നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൽ കറക്റ്റായിട്ട് ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വേണ്ട ഇവിടെ പുറത്തുനിന്ന് ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിൽ റിവേഴ്സ് പാർക്ക് ചെയ്യുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിക്കുന്നത്. ഈ ഒരു വാഹനം നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇതുണ്ടല്ലോ, ഈ ഗ്യാപ്പ് കണ്ട, ഈ ഒരു ഗ്യാപ്പിനകത്ത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഈ ഒരു വാഹനം റിവേഴ്സ് പാർക്ക് ചെയ്യുകയാണെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൻറ്റിയുടെ വീടാണ്. അപ്പം ആൻറ്റിയെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാർക്കിംഗ് എങ്ങനെയാണ് കറക്റ്റായിട്ട്, കാരണം ഇത്ര സ്പേസ് ഉള്ളത് കൊണ്ട്, കാരണം ഇവിടെ വന്ന് റൈറ്റ് സൈഡ് മുട്ടും, റിവേഴ്സ് എടുക്കുന്ന സമയത്ത് മുട്ടും, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് മൂലയ്ക്ക് ഈ ഫിറ്റിയെ മുട്ടും എന്ന പേടിച്ച് എന്ത് ചെയ്യും, ഈ വണ്ടി എടുക്കാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഈ ആൻറ്റിയെ കൊണ്ട് തന്നെ ഇവിടെ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഈ റിവേഴ്സ് പാർക്ക് ചെയ്യുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാം. നിങ്ങൾക്ക് ഇതുപോലെ റിവേഴ്സ് ഇട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പ്രയാസമാണ്, ഇതുപോലുള്ളതാണ് നിങ്ങളൊരു വാഹനം എടുക്കാത്തത്, ഇത് ഇടുങ്ങിയ സ്ഥലമാണ്, സ്പേസ് കുറവാണ്, റിവേഴ്സ് എടുക്കുന്നതുകൊണ്ട് പേടി കാരണമാണ് നിങ്ങൾ എടുക്കാത്തതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ എടുത്തിട്ടാണ് കറക്റ്റായിട്ട് ഈ ഒരു ഗ്യാപ്പിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് വണ്ടി കയറ്റാൻ പറ്റുമെന്നും, എങ്ങനെയാണ് ഏത് ഭാഗത്താണ് നോക്കേണ്ടതെന്നും, എങ്ങോട്ടാണ് സ്റ്റിയറിംഗ് തിരിക്കേണ്ടതെന്നും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ ഒരു ഗേറ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ബാക്കിലോട്ട് എടുക്കാൻ. നമ്മൾ രണ്ട് തന്നെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കണ്ണിങ്ങോട്ടിരിക്കുന്നു, മുന്നോട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ റിവേഴ്സ് എടുക്കുമ്പം ഒരു കാരണവശാലും നമ്മുടെ കണ്ണ് ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടോ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ബാക്കിലോട്ട് വണ്ടി ഉരുണ്ടോണ്ടിരിക്കുമ്പോൾ പോകാൻ പാടില്ല. ഒരു കാരണവശാലും എന്ത് ചെയ്യുക, നിങ്ങളുടെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് നിന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ മിററിലായിരിക്കണം ആദ്യം കണ്ണിരിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം റിവേഴ്സ് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കറക്റ്റാണോ, റിവേഴ്സിൽ കറക്റ്റാണോ എടുക്കുന്ന സമയത്ത് രണ്ട് സൈഡിലെ മിററുകൾ കറക്റ്റ് ക്ലിയർ ആക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, റിവേഴ്സ് ഗിയർ ഇട്ടതിന് ശേഷം നമുക്കിപ്പോൾ ഈ ഗേറ്റിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ കയറി അങ്ങനെ ഉള്ളിലോട്ടാണ് കയറേണ്ടത്. കേട്ടോ, ഇവിടെ എസ് വളവ് പോലാണ്, കേട്ടോ, എസ് പോലാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ആദ്യം ഈ ഗേറ്റിൻ്റെ ഈ ഒരു മതിൽ കണ്ടില്ലേ, ഈ ഒരു സൈഡ് ചേർത്തോണ്ട് തന്നെ നമ്മൾ നേരെ ബാക്കിലോട്ട് പോകാം. അപ്പം ഈ ഒരു ഇതിനോട് ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിററിൽ തന്നെ കണ്ണിരിക്കുക. അപ്പം നമുക്കിപ്പോൾ ഈ മിററിനകത്ത് നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു ഗേറ്റ് കാണുന്നില്ല. ഇത് കണ്ടില്ലേ, അത് കറക്റ്റായിട്ട് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്കത് കാണുന്നില്ല. അപ്പം കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കിടക്കുമ്പം അത് കാണാൻ വേണ്ടിയിട്ട് റൈറ്റിലോട്ട് തിരിക്കുന്നു. സ്റ്റിയറിങ് ഫുള്ള് റൈറ്റ് തിരിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഫുള്ള് റൈറ്റിലോട്ട് ഒടിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ബോഡിയെ മുട്ടി ശേഷം നമ്മൾ ആ മിററിൽ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബാക്കിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു മതിൽ കാണും. ആ സൗണ്ട് ബാക്കിലോട്ട് പോട്ടെ. ഗ്യാപ്പ് കിട്ടുന്ന വരെ നമ്മൾ ആ ഒടുവിൽ തന്നെ ബാക്കിലോട്ട് പോവാം. നമ്മളിപ്പോൾ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ ഉണ്ട്, ആ ഒടിഞ്ഞ റൈറ്റോട്ട് ഒടിച്ചത് കൊണ്ട് എന്ത് ചെയ്തു, നമുക്ക് പതിയെ അവിടെ ആ മതിലിൻ്റെ ഗ്യാപ്പ് കിട്ടി. കണ്ടാ, അതുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ആ ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ വീല് സ്ട്രെയിറ്റ് ആക്കുക. വീല് സ്ട്രെയിറ്റ് ആക്കിയില്ല എന്ത് ചെയ്യും, വീണ്ടും വേണ്ട ഇങ്ങനെ എന്ത് ചെയ്യും, വേണ്ട ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമുക്ക് അവിടെ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, വീല് സ്ട്രെയിറ്റ് ആക്കുക. വീല് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ ആ ഒരു ഗ്യാപ്പിലൂടെ തന്നെ എന്ത് ചെയ്യുക, ബാക്കിലോട്ട് തന്നെ പോവാം. കണ്ടോ, ആ ഗ്യാപ്പിലൂടെ തന്നെ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഇതിനകത്ത് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് ആ മിററിൽ കൂടെ തന്നെ നോക്കി തന്നെ ബാക്കിലോട്ട് തന്നെ എടുത്തോണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ ഒരു കറക്റ്റ് ബാക്ക് വീലിൻ്റെ ഫ്രണ്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എങ്ങോട്ടാ, നമ്മൾ ലെഫ്റ്റിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് അങ്ങോട്ട് കയറത്തുള്ളൂ. കാരണം അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എങ്ങോട്ടാ, ലെഫ്റ്റിലോട്ട് ഓടിച്ചു കൊടുക്കുക. നമ്മൾ ഫുള്ള് എന്ത് ചെയ്യണം, അവിടെ ഗ്യാപ്പ് കിട്ടുന്നതിന് ശേഷം ഫുള്ള് ലെഫ്റ്റിലോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, നമുക്ക് ആ ഗ്യാപ്പിനകത്തൂടെ കറക്റ്റായിട്ട് അങ്ങനെ കയറാൻ പറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, നമുക്കിപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എത്ര പറഞ്ഞാലും എന്ത് ചെയ്യത്തില്ല, ചതുരം പോലും ഇങ്ങോട്ട് വരത്തില്ല.
നമുക്ക് ആ ഒരു സർക്കിൾ രീതിയിൽ എന്ത് ചെയ്യുള്ളൂ, ഒടിഞ്ഞ് കയറി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്വല്പം ഗ്യാപ്പ് കിട്ടുന്നതിനനുസരിച്ച് അങ്ങോട്ട് ചേർത്താൽ മാത്രമേ നമ്മൾ കയറി ചെല്ലും തോറും നമുക്ക് ആ ഒരു സൈഡിലൂടെ കറക്റ്റായിട്ട് കയറി പോകത്തുള്ളൂ. അങ്ങോട്ട് കയറി പോന്നു. അവിടെ തന്നെ ആ സൈഡ് തന്നെ ചേർത്ത് അങ്ങോട്ട് ബാക്കിലൂടെ തന്നെ കയറി പോന്നു. കണ്ടല്ലേ? അപ്പോൾ നമുക്കിവിടെ നോക്കുക വേണ്ട, ഇവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഇവിടെ കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് കൂടെ തന്നെ അവിടെ ആ സൈഡ് ചേർത്തുകൊണ്ട് ഫുള്ള് നമ്മൾ അങ്ങോട്ട് ലെഫ്റ്റ് ചേർത്തുകൊണ്ട് എന്ത് ചെയ്തു, അങ്ങോട്ട് തന്നെ പോകുള്ളൂ. കണ്ടില്ലേ? നമുക്ക് ബാക്കി അങ്ങോട്ട് അങ്ങോട്ട് കിട്ടണം, നമുക്ക് ആ ലെഫ്റ്റോട്ട് കിട്ടണം. കണ്ടില്ലേ? ആ ബാക്കി ലെഫ്റ്റോട്ട് പോകുമ്പോൾ ഫ്രണ്ട് അങ്ങോട്ട് വരുന്നു, റൈറ്റ് സൈഡിലോട്ട് വരുന്നു. എന്നാലേ കറക്റ്റായിട്ട് അങ്ങോട്ട് ആ ഗ്യാപ്പിനകത്തോട് കറക്റ്റായിട്ട് കയറത്തുള്ളൂ. ആ ഗ്യാപ്പിനകത്തോട് കയറി എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രെയിറ്റ് എന്നിട്ട് പിന്നെ ഈ ഗ്യാപ്പിനകത്ത് കയറി കഴിഞ്ഞിട്ട് രണ്ട് സൈഡിലും ഒരു ഗ്യാപ്പായി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്ട്രെയിറ്റ് ആക്കുക, വീൽ സ്ട്രെയിറ്റ് ആക്കുക. നമുക്ക് ആ ഗ്യാപ്പ് കിട്ടി കഴിയുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് വീല് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കുക. സ്ട്രെയിറ്റ് ആക്കിയേ. ഓരോ വണ്ടിക്ക് ഓരോ അളവാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി. 1.25 ഉള്ളതുകൊണ്ട്, 1.5 ഉള്ളതുകൊണ്ട്, അതുപോലെ തന്നെ 2 ഉള്ളതുണ്ട്. അപ്പോൾ അതിൻ്റെ പകുതി എത്രയാണ് അത് തിരിച്ചു. ഇപ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് 3.5 ഫുള്ള് ഓടി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫുള്ള് റൈറ്റിലോട്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി 1.25 തിരിച്ചു. 1.25 തിരിച്ചപ്പോൾ വണ്ടി എന്ത് ചെയ്തു, വണ്ടി സ്ട്രെയിറ്റ് ആയി. ഈ സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ കൂടെ തന്നെ നേരെ ബാക്കിലൂടെ തന്നെ എടുക്കുക. ബാക്കിലോട്ട് തന്നെ പോന്നു. ആ ബാക്കിലോട്ട് തന്നെ പോയിട്ട് നീളം നമുക്ക് ആ ഒരു ഗ്യാപ്പിനകത്തോടെ കയറിയതിന് ശേഷമേ നമ്മൾ സ്റ്റിയറിംഗ് ഓടിക്കുക. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മളിപ്പോൾ ഇവിടെ നിർത്തിക്കൊണ്ട് സ്ട്രെയിറ്റ് ആക്കിയ വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരു കാരണവശാലും നമ്മളിപ്പോൾ ഈ വീല് നമ്മൾ സ്ട്രെയിറ്റ് ആക്കിയതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, വണ്ടി എന്തായാലും ചെന്ന് മുട്ടുന്നില്ല, ഇവിടെ ചെന്ന് മുട്ടത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ നേരെ ബാക്കിലോട്ട് എടുത്ത് ബാക്കിലോട്ട് തന്നെ പോകുന്നു. ബാക്കിലോട്ട് തന്നെ ചെന്നിട്ട് നേരെ തന്നെ ബാക്കിലോട്ട് തന്നെ പോന്നു. ബാക്കിലോട്ട് ചെന്നിട്ട് കുറേ അങ്ങോട്ട് ബാക്കിലോട്ട് ചെന്നതിന് ശേഷം നമുക്ക് ഈ ഫ്രണ്ട് നമുക്ക് ആ പിടി നോക്കിയാൽ, ബാക്കിലെ പിടി നോക്കിയാണ് അവിടെ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ റൈറ്റിലോട്ട് ഓടിച്ച്, റൈറ്റിലോട്ട് കുറേശ്ശെ ഓടിച്ചു കൊടുക്കുക. ഓടിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്തു, നമുക്ക് അവിടെ നിന്ന് കറക്റ്റായിട്ട് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് നമുക്ക് ആ ഫ്രണ്ടും കറക്റ്റായിട്ട് കയറും. അപ്പം അവിടെ കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം, ഫുള്ള് നമ്മൾ റൈറ്റ് ഓടിച്ചു കൊടുക്കുക. ഫുള്ള് റൈറ്റ് ഓടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് ആ ബാക്കിലെ ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ആ ഒടുവിന് തന്നെ ബാക്കിലോട്ട് പോകുന്നു. അത് നമുക്ക് അതിനകത്ത് ചേർന്ന് ചെടിയിലൊക്കെ മുട്ടുന്നുണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. നമുക്ക് ആ ഗ്യാപ്പ് കിട്ടുന്ന നമ്പരെ ബാക്കിലോട്ട്. ഇപ്പൊ നമുക്ക് ഗ്യാപ്പ് കിട്ടിയില്ലേ അല്ലേ, സ്വല്പം കൂടെ ബാക്കിലോട്ട് പോവാം. ആ ഗ്യാപ്പ് സ്വല്പം കൂടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാക്കുക. നമുക്ക് ആ ബാക്കിലെ മൂലയുടെ ആ ഗ്യാപ്പ് കിട്ടി. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ നിന്ന് നേരെ ആക്കുക. നേരെ ആക്കിയാൽ എന്ത് ചെയ്യും, വീണ്ടും നമ്മളിങ്ങനെ റാ പോലെ ഇങ്ങോട്ട് വരും. അപ്പം നമ്മൾ നേരെ ആക്കുക, വീല് സ്ട്രൈറ്റ് ആക്കുക. സ്ട്രൈറ്റ് ആക്കിയിട്ട് ആ ഒരു ഗ്യാപ്പിന് തന്നെ എന്ത് ചെയ്യുക, നേരെ ബാക്കിലോട്ട് പോവാം. നമുക്ക് ആ ഗ്യാപ്പിന് തന്നെ ചെയ്തിട്ട് ബാക്കി വീലിന്റെ ഫ്രണ്ട് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ഇപ്പം നമുക്ക് ആ പിടി നോക്കിയാൽ നമുക്ക് താഴെഭാഗം കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആ പിടിയായിട്ട് നോക്കിയാൽ മതി. പിടിയായിട്ട് ആ മൂല എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ആ ഗ്യാപ്പിന് ഫുൾ അങ്ങോട്ട് തന്നെ ഓടിച്ചു. കാരണം നമ്മൾ ആ സൈഡിലോട്ടാണ് കയറാനുള്ളത്. അതുകൊണ്ട് അങ്ങോട്ട് തന്നെ ഓടിച്ചു കൊടുക്കുക. എങ്ങോട്ടാ, ലെഫ്റ്റിലോട്ട് ഫുൾ ഓടിക്കുക. ആ ലെഫ്റ്റിലോട്ട് ഫുൾ ഓടിച്ച് അങ്ങോട്ട് കയറുക. ലെഫ്റ്റിലോട്ട് ഫുൾ ഓടിച്ചു, ലെഫ്റ്റിലോട്ട് ഫുൾ ഓടിച്ചിട്ട് അങ്ങോട്ട് കയറി കൊടുക്കുക. ആ കയറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, അവിടെ കയറുന്നതിനനുസരിച്ച് അവിടുത്തെ ഗ്യാപ്പ് വേണ്ട, അവിടെ ഗ്യാപ്പ് വേണ്ട, അങ്ങോട്ട് കയറിപ്പോൾ കറക്റ്റായിട്ട് കയറിപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇത് കണ്ടില്ലേ, ഇതുണ്ട് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് കയറി പോകുള്ളൂ. കേട്ടോ നമ്മളപ്പോൾ ആ ഏത് മിററാണ് നോക്കുന്നത് ആ സൈഡ് ചേർത്ത് നമുക്ക് എന്തായാലും നമുക്ക് ലെഫ്റ്റോട്ടാണ് വേണ്ടത്. അപ്പോൾ ആ മിററിൽ തന്നെ നോക്കി അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, അവിടെ നിർത്തിക്കൊണ്ട് വീൽ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് എന്ത് ചെയ്യണം, വീൽ സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് നേരെ ഒന്നുകൂടെ മുന്നോട്ട് എടുക്കുക. കാരണം നമ്മൾ നോക്കുന്ന സൈഡിൽ നമ്മൾ ലെഫ്റ്റ് സൈഡാണ് നോക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അവിടെ ഗ്യാപ്പ് വരാൻ പാടില്ല. അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ചാണ് പ്രയാസം വരുന്നത്. അപ്പം അവിടെ ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് ഇവിടെ ഡേഞ്ചറാണ്. കാരണം ഈ സൈഡ് എന്ത് ചെയ്യും, ഇങ്ങോട്ട് അടുത്ത് പോവാണ്. അപ്പം നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യുന്നത്, ആ സൈഡ്
ഗ്യാപ്പ് വരാൻ പാടില്ല. അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് അവിടെ നിർത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, സ്ട്രെയിറ്റ് ആക്കിക്കൊണ്ട് നേരെ മുന്നോട്ട് വരിക. എന്നിട്ട് ഇവിടെ തന്നെ ഈ സൈഡ് തന്നെ ചേർത്ത്, കാരണം നമുക്ക് ഇങ്ങോട്ട് അകത്തോട്ടാണ് കയറാനുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഗ്യാപ്പ് വരുന്നതനുസരിച്ച് നമ്മൾ ബാക്കിലോട്ട് എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് ഇവിടെ ഡേഞ്ചർ ആകും. അപ്പോൾ ഒരു കാരണവശാലും നമുക്ക് ഇവിടെ ഗ്യാപ്പ് വന്നിട്ട് നമ്മൾ പിന്നെ ബാക്കിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് ചെയ്യും, നമ്മൾ ബാക്കിലോട്ട് പോകുന്നതോറും അവിടെ ഗ്യാപ്പ് സർക്കിൾ രീതിയിലെ ബാക്കി ഒടിഞ്ഞു വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫ്രണ്ട് നമുക്ക് ഈ ഗേറ്റിൻ്റെ അവിടെയോ ചെടിച്ചട്ടിയിലൊക്കെ മുട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അവിടെ ഗ്യാപ്പ് വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ ഈ സൈഡ് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നേരെ വീലാക്കിക്കൊണ്ട് ഒന്നുകൂടെ നമ്മൾ മുന്നോട്ട് ഇട്ടുകൊണ്ട് മുന്നോട്ട് ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എന്ത് ചെയ്യണം, മുമ്പോട്ട് എടുക്കുക. മുന്നോട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, ആ സൈഡ് തന്നെ ഈ ഇച്ചിരി ഇറങ്ങിയതിന് ശേഷം വീണ്ടും നമ്മൾ ആ സൈഡ് തന്നെ ചേർത്ത് കൊടുക്കുക. മുന്നോട്ട് പോരട്ടെ. മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ആ സൈഡ് തന്നെ അവിടെ ഗ്യാപ്പ് നമുക്ക് അടുപ്പിച്ച് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് കയറി പോകാൻ പറ്റുള്ളൂ. മതി. എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ള് നമ്മൾ ലെഫ്റ്റ് വീണ്ടും ഒടിച്ചു കൊടുക്കുക. ഒടിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും അങ്ങോട്ട് ഇറക്കി വിടുക ബാക്കിലോട്ട്. അവിടെ ഗ്യാപ്പ് വരുന്നതനുസരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ ചേർത്ത് ഒടിച്ചു കൊടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്തുള്ളൂ, കറക്റ്റായിട്ട് കയറി പോകത്തുള്ളൂ. അവിടെ കയറി പോകുന്നവരും അവിടെ ഗ്യാപ്പായിട്ടായിരിക്കും വരുന്നത്, കണ്ടില്ലേ? അവിടെ കയറുന്നതനുസരിച്ച് എന്തായാലും നമുക്ക് ചതുരത്തിൽ വരികയില്ല. അപ്പോൾ കയറി പോകുന്നതനുസരിച്ച് അവിടെ സർക്കിൾ രീതിയിൽ ഒടിഞ്ഞെടുത്തുള്ളൂ. ആ സൈഡ് തന്നെ ചേർത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഡേഞ്ചർ അല്ല. കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഒടിവിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് കയറാം. കണ്ടില്ലേ, ഇവിടെ ഗ്യാപ്പുണ്ട്, കണ്ടാ? ഇവിടെ ഗ്യാപ്പുണ്ട്, കണ്ടാ? അപ്പം നമ്മളിപ്പോൾ ഈ സൈഡിലല്ല, ഈ സൈഡിലാണെങ്കിൽ ഇപ്പം എന്ത് ചെയ്യരുത്, നമ്മൾ ഏത് സൈഡാണോ നമ്മൾ ചേർത്ത് പോകേണ്ട ആ സൈഡിലെ മിററെ നോക്കി വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ബാക്കിലോട്ട് പോകാൻ. കറക്റ്റായിട്ട് കയറി അവിടുത്തെ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീല് സ്ട്രെയിറ്റ് ആക്കുക. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് കയറ്റിടാൻ പറ്റും. കണ്ടോ? പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ ഒരു ഗേറ്റിൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് കയറുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർത്ത് എന്ത് ചെയ്യുക, ഇങ്ങനെ ബാക്കിലോട്ട് കയറി വരിക. ബാക്കിലോട്ട് കയറി വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഈ ഫ്രണ്ട് ഇറങ്ങുന്നതിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് ഇറങ്ങുമ്പോഴേ ഫുൾ ഓടിക്കരുത്. കാരണം എന്ത് ചെയ്യും, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മുട്ടും. അപ്പോൾ കയറിയതിന് ശേഷം നല്ല കറക്റ്റ് എന്തായാലും ചെയ്തുള്ളൂ, നമുക്ക് ഒടിച്ച് കിട്ടുന്നുള്ളൂ. ആ ഫ്രണ്ട് കയറിയതിന് ശേഷം എന്ത് ചെയ്യുക, ഫുൾ ഒടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സൈഡിലെ മിറർ നോക്കിയാണ് വരുന്നത്. അപ്പോൾ ഈ സൈഡിലോട്ട് തന്നെ നോക്കി തന്നെ ബാക്കിലോട്ട് തന്നെ വന്നിട്ട് ആ കയറുന്നതിനനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, ഫുൾ ഒടിച്ചു കൊടുത്തിട്ട് ബാക്കിലോട്ട് കയറി വരിക. കയറി വരുന്നത് നമുക്ക് ഈ ആ ഒരു ഒടിവിന് തന്നെ ബാക്കിലോട്ട് വരിക. കാരണം ആ ഇങ്ങോട്ട് ഓടിച്ച് നമ്മൾ റൈറ്റിലാണ് ഓടിച്ചത്. ആ റൈറ്റിലെ ഒടിവിന് തന്നെ ബാക്കിലോട്ട് കയറി വരുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ഭിത്തിയുടെ ഗ്യാപ്പ് കിട്ടും. ഈ ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം വീണ്ടും നമ്മൾ ബാക്കിലോട്ട് ഇറക്കി എങ്ങനെ പോകും, നമ്മൾ ഇങ്ങനെ തന്നെ പോകുള്ളൂ. അപ്പം നമുക്ക് ആ ഗ്യാപ്പ് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യുക, വീല് നമ്മൾ സ്ട്രെയിറ്റ് ആക്കുക. വീല് സ്ട്രെയിറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ബാക്ക് വീലിന്റെ ഫ്രണ്ട് ഈ സൈഡോട്ട് ചേർത്ത് തന്നെ വരിക. ഈ ചേർത്ത് തന്നെ നമുക്ക് ഈ മിറർ തന്നെ നോക്കി വരാം. അപ്പോൾ നമുക്ക് ആ സൈഡ് നോക്കുക വേണ്ട, ഈ സൈഡ് തന്നെ ചേർന്ന് വരുമ്പോൾ ഇത്രയും നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്ന വണ്ടി ആയതുകൊണ്ട് എന്ത് ചെയ്യാം, അവിടെ ഡേഞ്ചർ ഇല്ല, പ്രയാസമില്ല. നമുക്ക് ആ ഒരു ഗ്യാപ്പ് ഉണ്ടാകും അവിടെ. നമ്മൾ ഈ സെൻറ്ററിൽ കൂടെ വരുമ്പോൾ എന്നിട്ട് ഒടിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫ്രണ്ട് ചിലപ്പോൾ ഇവിടെ മുട്ടാനുള്ള ചാൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർന്ന് വരുന്നുണ്ട് എന്ത് ചെയ്യും, നമുക്ക് അവിടെ മുട്ടത്തുമില്ല, നമുക്ക് പ്രയാസമില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർന്ന് വന്നിട്ട് ഈ മൂലയാകുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഫുള്ള് നമ്മൾ ലെഫ്റ്റ് ഒടിച്ച് കൊടുക്കുക. കാരണം നമുക്ക് ഇങ്ങോട്ടാണ്, ഇതിൻ്റെ അകത്തോട്ടാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് ഫുള്ള് ഒടിച്ചു കഴിഞ്ഞാൽ നോക്കട്ടെ എങ്ങോട്ട് വരത്തുള്ളൂ, ഇങ്ങോട്ട് വരത്തുള്ളൂ. ഒരു കാരണവശാലും നമ്മുടെ വണ്ടി എത്ര നമ്മൾ ഫുള്ള് ഒടിച്ചാലും ചതുരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല, സർക്കിൾ രീതിയിലേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ മൂല തന്നെ ഫുള്ള് ഒടിച്ച് നിങ്ങൾക്ക് പേടിക്കൊന്നും വേണ്ട. കാരണം നമ്മൾ ഇങ്ങോട്ട് ഒടിച്ചാണ്ട് ചേർന്ന് നടക്കുകയാണല്ലോ, ഇങ്ങോട്ട് ഒടിച്ചുകൊണ്ട് വണ്ടി ഒന്നും മുട്ടൊന്നും പേടിക്കണ്ട. കാരണം ബാക്കിലോട്ട് വണ്ടി നമ്മൾ ഓടിക്കുന്നിടത്ത് തന്നെ വണ്ടി തിരിഞ്ഞ് അങ്ങോട്ട് പോകത്തില്ല. കാരണം ഒരു വീലിന്റെ പൊസിഷൻ, അതായത് നമ്മളിപ്പം ഇവിടെ ഈ ഒരു വീലിന്റെ നമ്മൾ താഴെ മുട്ടി കിടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു റൗണ്ട് തിരിഞ്ഞ് ഈ ഒരു പൊസിഷനിലായി കഴിയുമ്പോഴേ എന്ത് ചെയ്തുള്ളൂ, നമ്മൾ ആ പിടിച്ചത് വരത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വെച്ച് പിടിച്ചാലും നമ്മളിപ്പോൾ ഈ മൂല ബാക്കി വന്നാലും വണ്ടിയുടെ വീല് കറക്റ്റായിട്ട് കയറി ഈ ഒരു പൊസിഷൻ ഇത്രയും ഭാഗങ്ങളിൽ വന്നാലേ എന്ത് ചെയ്തുള്ളൂ, ഇങ്ങോട്ട് ഒടിഞ്ഞ് കിട്ടുന്നുള്ളൂ. അല്ല ഒരു കാരണവശാലും നമ്മൾ പിടിക്കുമ്പോഴേ എന്ത് ചെയ്യത്തില്ല, വണ്ടി ഒന്നും മുട്ടത്തില്ല. അപ്പം ചേർന്ന് തന്നെ വരുന്ന സമയത്ത് നമ്മൾ ഇങ്ങോട്ട് തന്നെ ഫുൾ ഒടിച്ച് കൊടുക്കുക. ഫുൾ ഒടിച്ച് നേരെ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സൈഡ് തന്നെ ചേർന്ന് വരുന്ന എന്ത് ചെയ്യും, നമുക്ക് അവിടെ പ്രയാസം വരുന്നില്ല. അല്ല ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കിയോ, ഒരു കാരണവശാലും നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, തിരിഞ്ഞ് നോക്കുന്നത് കൊണ്ടും കറക്റ്റ് മിററി നോക്കാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ആർക്കും ഒരു റിവേഴ്സ് എടുക്കാൻ പ്രയാസമില്ല. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നമ്മൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞ് നോക്കാൻ പാടില്ല. നമുക്ക് രണ്ട് സൈഡിലെ മിറർ ക്ലിയർ ആയിട്ട് ആക്കി വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് നേരെ തിരിച്ച് ഇന്നേ സൈഡിലാണ് കയറണമെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ചേർന്ന് പോകുന്ന സൈഡിലെ മിറർ മാത്രം നോക്കി നമുക്ക് കറക്റ്റായിട്ട് ഒരു വണ്ടി കയറുന്നതാണോ നമുക്ക് അവിടെ കറക്റ്റായിട്ട് ഇറക്കാനും അതുപോലെ റിവേഴ്സ് ഇടാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മൾ നോക്കുന്ന സൈഡ് ചേർത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വണ്ടി റിവേഴ്സ് ഇടാനും പറ്റും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ,
നമ്മൾ ആ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആന്റിയെ കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ കറക്റ്റായിട്ട് ആ ഗ്യാപ്പിനകത്ത് കറക്റ്റായിട്ട് കയറ്റി ഇടിപ്പിച്ചു. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് ടോപ്പിക്കുമായി